ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ഓട്ടോമാറ്റിക്കാണ് ഗേറ്റ്. എന്നാലും ഗേറ്റ് അടിച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് കണ്ടോ. ഗേറ്റ് അടിച്ചാലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ തലയും കുഞ്ചുകൊണ്ട് പോകുന്നു. ഗേറ്റ് അടിച്ചിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ട്രെയിൻ വന്നു. ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്ത്യനെ എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരൊന്നും കണ്ടോ. ബാക്കിയുള്ള രാജ്യത്തും ട്രെയിൻ അത്ര വലിയ രസമൊന്നുമില്ല. മഴ എങ്ങനെ നിൽക്കുന്നില്ല എന്നാകുമ്പോൾ പിന്നെ നമ്മൾ അധികം കാത്തുക്കാൻ നിന്നിട്ട് കുറേ നടന്നിട്ട് ഹോട്ടലിന് പോയി നോക്കി. അപ്പോൾ ഗേടി ഹോട്ടൽ കാര്യമില്ല. ഇല്ലടുത്താണെങ്കിൽ അവർ ഉച്ചയ്ക്ക് 2 മണിയാണ്ട് ചെക്കിൻ തരില്ല എന്നും പറയും. എത്ര എക്സ്ട്രാ പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും 2 മണിയാണ്ട് ചെക്കിന് കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കാണെങ്കിൽ 4 മണിക്കാണെന്ന് വെക്കറ്റും ചെയ്യണം. നമ്മളെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഈവനിങ്. അങ്ങനെ നമ്മൾ എന്താക്കി കുറച്ചടനെല്ലാം നടന്ന് കറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് തന്നെ റിട്ടേൺ പോയി. അവിടെ നമ്മൾ ലോഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയിട്ട് ലോഞ്ചിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേരം എയർപോർട്ടിൽ ഇരുന്നിട്ട് ഒന്ന് ഫോണെല്ലാം ചാർജ് ആക്കിയിട്ട് നമുക്ക് ബോർഡിംഗ് പാസിൻ്റെ ടൈമായി. അങ്ങനെ ബോർഡിംഗ് പാസ് എല്ലാം എടുത്തിട്ട് നമ്മൾ എന്താക്കി ലോഞ്ചിലേക്ക് പോയി. ലോഞ്ച് ഇപ്പോൾ നമുക്ക് നല്ല ലോഞ്ച് കിട്ടും, നല്ല VIP ലോഞ്ച്. ഞാൻ ആദ്യമായിട്ടാണ് ലോഞ്ചിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് എല്ലാവരും അറിയേണ്ടതാണ്. ഈ ക്രെഡിറ്റ് കാർഡിൽ ഇല്ല ആൾക്കാരൊന്ന് ലോഞ്ചെല്ലാം യൂസ് ആയിക്കോട്ടെ. ലോഞ്ച് ആക്സസ് എല്ലാം എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഉണ്ടാവും. കുറേ നേരം ലോഞ്ചിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പിന്നെ കുറച്ച് ചായ ഫുഡ് അത് ഇത് എന്തെല്ലാം കഴിച്ച് അവിടെ നിന്ന് നമുക്ക് എന്തോ എടുത്ത് കഴിക്കാമല്ലോ. അവർ ധൈര്യത്തിൽ അവിടെ പോയിട്ട് എല്ലാം എടുത്തിട്ട് കഴിച്ച്. അങ്ങനെ ബോർഡിങ്ങിൻ്റെ സമയമായിട്ട് നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി അടുത്ത ഹോങ്കോങ്ങിലേക്ക്.